വെരി ഇമ്പോർട്ടന്റ്. ആളുകൾ തമാശയായിട്ട് എടുക്കും. വെറുതെ പോകുന്ന സമയത്ത് ഒരു ബ്രോഷറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതി ഒരാൾക്കൊന്ന് കൊടുത്തു നോക്കി, അയാൾ അത് വായിക്കും, യൂട്യൂബിൽ കയറും, നിങ്ങളെ വിളിക്കും. ഐ കോഫി എന്ന് പറയുന്നത് ഇന്ന് തരംഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്, ശരിയല്ലേ? ഐ കോഫി തരംഗമാണ്. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സാധനം കുടിച്ചാൽ റിസൾട്ട് ആണ്. ഐ കോഫിയുടെ ഹൈ ഡിമാൻഡ് കാരണം നമ്മൾ ഈ ജാനുവരി മുതൽ ദുബായ് മാർക്കറ്റിൽ ഇൻഡസ്ട്രിയുടെ എല്ലാ പ്രോഡക്റ്റും ഓപ്പൺ ആണ്. ഞങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഐപൾസ് കത്തിക്കേറി നിൽക്കായിരുന്നു. അതിനെ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് ഓവർടേക്ക് ചെയ്തിരിക്കുന്നതാണ് ഐ കോഫി. അത്ര തരംഗമാണ്. കഴിച്ച മനുഷ്യന്മാർക്ക് മുഴുവൻ റിസൾട്ട് ആണ്. അവർ രണ്ടുപേർക്ക് റെക്കമെൻഡും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സാധനം മേടിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ശരിക്കും പറയാൻ പറ്റാത്തത് കൊണ്ട് ഒരു മാസം 12 പ്രോഡക്റ്റ് നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ മാറ്റങ്ങളാണ്, അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ 24-ൽ പോയ അതേ മനോഭാവവും അതേ ചിന്തകളൊന്നുമായിട്ട് പോകരുത്. പുതിയ സോഫ്റ്റ്വെയർ കയറ്റുക. ഈ വർഷം 25 സ്വപ്നങ്ങൾ ഞാൻ നേടിയെടുക്കും. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഇത് എല്ലാവർക്കും ശരിയാവും, എനിക്ക് ശരിയാവില്ല എന്ന് ചിന്തിക്കരുത്. ആ ചിന്തകൾ മാറ്റണം. ആദ്യം നിങ്ങളൊന്നും ശരിയാവും. ആലോചിച്ചൊക്കെ, കേരള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മൈൻഡ് ചെയ്യാത്ത ആളായിരുന്നു ഉണ്ണി മുകുന്ദൻ, ശരിയല്ലേ? ഏത് പടം വന്നാലും ഹിറ്റ് അടിക്കില്ല. എന്ത് വന്നു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു കുറച്ച് ആളുകൾ പറയും. അങ്ങനെ ഈ ചെറുക്കൻ ഇങ്ങനെ ആകെ വിഷമത്തിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. 2025 അവൻ കയറി തൂക്കി അടിച്ചില്ലാതെ ഒരൊറ്റ ഫിലിം കൊണ്ട് ഇത് ഈ 47 കൊല്ലം കൊണ്ട് മമ്മൂക്കയും മോഹൻലാലിന്റെയും പടം കൊറിയയിൽ പോയിട്ടില്ല. ഇവന്റേത് പോയി, ലോകം മുഴുവൻ പോയി. ഓരോ കൺട്രികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. 45 കൊല്ലം പണിയെടുത്തവന്മാരും ഇതുവരെ അവരെ ഫിലിം അങ്ങോട്ട് എത്തിയില്ല. ഒറ്റ ഫിലിം കൊണ്ട് മൊത്തം മാറി മറിഞ്ഞു. ഇതാണ് ഞാൻ പറയുന്നത്, മിറാക്കിൾ ഹാപ്പനിങ് എവറി ഡേ ആൻഡ് എവറിവെയർ. ടുഡേ ഈസ് യുവർ ഡേ. അതിൽ വിശ്വസിക്കണം. നമ്മൾ അത്ഭുതങ്ങൾ സംഭവിക്കും എപ്പോ വേണമെങ്കിലും. ചിലപ്പോൾ ഇന്നായിരിക്കും, ചിലപ്പോൾ നാളെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഉണ്ടാവണം രംഗത്ത്. ഹലോ, നമ്മൾ കണ്ടുപിടി കണ്ടതല്ലേ? ഇപ്പൊ ഒരു ഫിലിം ലോകം മുഴുവൻ എത്തിയില്ലേ? ഇയാള് ലോകത്തിന്റെ എല്ലാ മുഖച്ചാലേക്കും എത്തി. ഇനി പല ഇടത്തുനിന്നും ഓഫർ വരും. അയാളെ നാളായിരിക്കും. ഞാൻ ഫിലിം പ്രൊമോട്ട് ചെയ്യാൻ വന്നതല്ലേ? ഇതേപോലെ തന്നെ ആയിരിക്കും 2024-ൽ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു ശരിയായ ഒരാളെ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, എനിക്ക് ശരിയായ ആളെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുകയാണ്. നമ്മൾ കൂടെയുള്ള ഒരാൾ പറയണില്ല ഈ വർഷം ഇത് കിട്ടും എന്ന് പറഞ്ഞു പോയാൽ, റൈറ്റ് സൈഡിൽ ഓം പ്രകാശിനെ പോലത്തെ ചങ്കൂറ്റമുള്ള ഒരുത്തരും വന്നു, ലെഫ്റ്റ് സൈഡിൽ മണികണ്ഠനെ പോലത്തെ ഒരു പ്രൊഫഷണൽ ആളും വന്നു. പിന്നെ നിങ്ങൾക്ക് എന്താ പണി? പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 2,50,000 എന്ത് ചെയ്യണമെന്ന് പഠിക്കണം, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവര് പണിയെടുക്കില്ലേ? ഞാൻ ഓം പ്രകാശിന് രാവിലെ ഐഡിയ പറഞ്ഞു കൊടുക്കാറില്ല. കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോ എന്നെ വിളിക്കും. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ പേഴ്സണൽ കാര്യം. ബിസിനസ്സിൽ കൺഫ്യൂഷൻ ഇല്ല. മണികണ്ഠനെ ഞാൻ വിളിക്കാറില്ല. എന്തേലും വിളിച്ചാൽ മണികണ്ഠൻ എന്താ സുഖമല്ലേ, ഹാപ്പി. അല്ലാതെ ഈ ആഴ്ച നിങ്ങൾ 3 സ്റ്റാറിനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ, ദാറ്റ്സ് ഓൾ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇങ്ങനത്തെ ആവശ്യമുള്ള പവർഫുൾ ആയിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാർ, ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നമുക്ക് പ്ലാൻ അറിയാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പേടിയാണ്. 2 സെമിനാർ അവിടെ നടക്കുന്നല്ലേ? സാറല്ലേ, നിങ്ങളല്ലേ, നടക്കട്ടെ. അപ്പോ ഇതിലെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് മനുഷ്യന്റെ മടിയും ഒന്ന് മനുഷ്യന്റെ ഭയവും മാറിയാൽ അയാൾക്ക് എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വർഷം എത്രയോ പേര് തുടങ്ങുന്നത് തന്നെ വിദേശ രാജ്യം പോയിട്ടാണ്. നമ്മുടെ കമ്പനിയിൽ 1500ഓളം ആളുകളാണ് പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന പിള്ളേരെ കണ്ടില്ല, 19 വയസ്സുള്ള കുട്ടികളൊക്കെ പോകുന്നു. ആദ്യത്തെ ട്രിപ്പാണ്, 19ാമത്തെ വയസ്സ്. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം എന്റെ പാസ്പോർട്ട് ഞാൻ മാറ്റി, സീൽ അടിച്ചിട്ട് 2ാമത്തെ പാസ്പോർട്ട് എടുത്തു, ജംബോ പാസ്പോർട്ട്. അതും ഫുള്ളായിരിക്കും. ഒരു രാജ്യത്തിൽ 17 തവണ പോയി, വേറൊരു രാജ്യത്ത് 12 തവണ പോയി. വിവേകത്തിലൊക്കെ ഇതൊക്കെ പോയി, ഫാമിലി ആയിട്ട് എല്ലായിടത്തും പോയി. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, 12 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോ ചിന്തിക്കുകയാണ്, ഇനി ഒന്നും നടക്കില്ല ബിസിനസ് വിറ്റ്. നീ ജോലിക്ക് പോയി, ബിസിനസ് ചെയ്തു, രക്ഷപ്പെട്ടില്ല, നിന്റെ ഒക്കെ വിധി ഇതാണെന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്കരയിൽ ഇരുന്നാൽ എന്തുണ്ടാവും? സജിത് ഭായിക്ക് അറിയാലോ ഇടയ്ക്കരയുടെ അവസ്ഥ. അല്ല, പുള്ളിക്കാരോട് ബിസിനസ് ചെയ്ത അതുകൊണ്ട് പറയാം, ആ നാട്ടിൽ ഇങ്ങനെ ഇരിക്കണ്ടാവും. അവിടുന്ന് ഞാൻ ചിന്തിക്കണില്ല, മാറും, മാറ്റം വരും, എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നുള്ള വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ഈ കഥ പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2025 ആദ്യം വിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്യണം. ഇവിടെ പല മനുഷ്യന്മാരും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാതെയാണ് വിവരിക്കുന്നത്.
സാറേ അവിടെ ഇരിക്കുന്ന ആൾക്ക് 2,50,000 വരും, ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വരും, ബാക്കി ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് വരും, പക്ഷെ എനിക്ക് വരില്ല. ഈ നേരത്തെ നേർന്നിട്ടാണ് ഒരു മീറ്റിംഗിന് വന്നിരിക്കുക. അത് മനുഷ്യന്റെ ബേസിക്കലി ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. ഒന്നും നടക്കില്ല, ഒന്നും ശരിയാവില്ല. അങ്ങനെയല്ല, എപ്പോ വേണമെങ്കിലും ഗതി മാറും. എനി ടൈം കളം എപ്പോ വേണമെങ്കിലും മാറും, കളി എപ്പോഴും മാറും. പ്രത്യേകിച്ച് ഈ ഫീൽഡിൽ മാറും. കൊള്ളാവുന്ന തഞ്ചേടമുള്ള ഒരു ആൺകുട്ടിയോ ഒരു പെൺകുട്ടിയോ ലെഫ്റ്റോ റൈറ്റോ വന്നാൽ അതൊരു സ്വപ്നമുള്ള ഒരു ഭ്രാന്തനും കൂടിയാണെങ്കിൽ കളി മാറിയില്ലേ? ഇൻഡസ് വൈ ഈ ബിസിനസ് തുടങ്ങിയപ്പോ 12 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് അടിക്കുമെന്ന് പറഞ്ഞത് ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറഞ്ഞത് ഷംസുദ്ദീൻ സാർ പേരായിരുന്നു. കാരണം അദ്ദേഹം എക്സ്പേർട്ട് ആണ്, ഞങ്ങളൊക്കെ ഗുരുവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിരുന്നത് അഭിലാഷ് സാറിന്റെ പേര് പറഞ്ഞു, പ്രേംകുമാറിന്റെ പേര് പറഞ്ഞു, അനീഷ് വർഗീസിന്റെ പേര് പറഞ്ഞു, മനോജ് സാറിന്റെ പറഞ്ഞു. ഇവരൊക്കെ എന്റെ LOS സപ്ലൈസ് ആണ്. നമ്മളെ പേര് ഒരു മനുഷ്യന്മാര് പോലും പറഞ്ഞില്ല എന്റെ പേര്. കാരണം ഒരാൾക്കും അറിയില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നെ ഈ ഫീൽഡിൽ ആർക്കും അറിയില്ല. ഞാൻ അങ്ങനെ ഇതിലൊരു ഇതിഹാസം ഉണ്ടാക്കിയ ഒരു മനുഷ്യരൊന്നുമല്ല, എവിടെയോ ഉള്ളൊരു നാട്ടുപുറത്ത് ഒരു സാധാരണ. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ട്രീയിൽ കയറിയതിനു ശേഷം ഇവരെല്ലാം താഴെ വന്നിട്ട് ഏറ്റവും ബോട്ടം ലെവലിൽ വന്നിട്ട് ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് അടിച്ച് ഇന്ത്യൻ മാർക്കറ്റ് ഈ പരിപാടിയിലൂടെ ഒന്നും വലിയ വണ്ടി വാങ്ങാൻ പറ്റും. ഞാൻ ആദ്യത്തെ ഇൻഡസ്ട്രിയുടെ ലക്ഷറി കാർ ഞാനാണ് മേടിച്ചത്, കമ്പനിയിലെ ഫസ്റ്റ് ലക്ഷറി കാർ. ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ വന്നതല്ല, ഞാൻ ഇതിലൂടെ സാധ്യമാണ് ഇതൊക്കെ എന്നാണ് ഞാൻ പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമിന്റെ മഹത്വം പറയുന്നത് അല്ല, എന്റെ മഹത്വമല്ല. ഇപ്പോഴും ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചെടുക്കും. എക്സസ് ഒക്കെ മേടിക്കുന്നത് ഓടിക്കാൻ പൂതിയിട്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഇൻഡസ്ട്രി പോലത്തെ ഒരു സീറോ ബിസിനസ്സിലൂടെ അത് സാധ്യമാണെന്ന് പുതിയ തലമുറക്ക് കാണിച്ചു കൊടുക്കും. ഈ വർഷം 2 മേടിക്കുന്നു, ജൂൺ 20 ഒക്ടോബർ 5 വെറുതെ കിടക്കട്ടെ. എന്നോട് വെച്ച് എവിടെ വെക്കാന്ന് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ വെച്ചു എനിക്കുണ്ട്, പക്ഷെ മേടിക്കും. അതെന്തിനാ മേടിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഉള്ളത് കോടീശ്വരന്മാരെ മക്കൾക്ക് മാത്രമല്ല, അതായത് ജനിക്കുമ്പോൾ തന്നെ കോടീശ്വരനായ മക്കൾക്ക് മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിന് മാത്രമുള്ളതല്ല. അവിടെ മമ്മൂക്കാടെ മോൻക്ക് DQന് മാത്രമല്ല, ഇത് നമുക്ക് പറ്റൂടെ എന്ന് കാണിച്ചു കൊടുക്കുക. ശരിയാണോ? അത് നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന ഒരു ആളായി മാറും. എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ട് ഇപ്പൊ ഒരു റൂബി എക്സിക്യൂട്ടീവ് ആയാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ ആലോചിച്ചു ഒരു റൂബി എക്സിക്യൂട്ടീവ് ആകുക എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വലിയ കാര്യം? ആകെ മേടിക്കേണ്ടത് 2,50,000 രൂപ. ലെഫ്റ്റിൽ ഒരു വൃത്തിയുള്ള ഒരു 25 പേരടങ്ങുന്ന ഒരു ടീമും റൈറ്റിൽ ഒരു 25 പേരടങ്ങുന്ന ഒരു ടീമും ഉണ്ടെങ്കിൽ 2025 നിങ്ങൾ ഫാമിലി ആയിട്ട് വിദേശ രാജ്യം കമ്പനി ഫ്രീ കൊണ്ടുപോകും. 1 ലക്ഷം രൂപ വരുമാനം മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നാഷണൽ ട്രിപ്പ് നമ്മുടെ ബാംഗ്ലൂര് 2 nights 3 days സ്റ്റാർ സബ്മിറ്റ് ബ്യൂട്ടിഫുൾ ഈവന്റ് ആണ്. ഒരു 10-50,000 രൂപ ചെലവുള്ളതാണ്. അവിടെ നിങ്ങൾ പോകും. അപ്പൊ ആലോചിച്ചേ, 2025 ഒരാൾ റൂബി അടിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു നാഷണൽ ട്രിപ്പ് ഉണ്ട്, ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ഉണ്ട്, ആഴ്ച വരുമാനം പഠിക്കുന്ന ഒരു പ്രോജക്റ്റിലും കയറി. ഇതിനു വേണ്ടിയിട്ട് ഈ മനുഷ്യൻ എണീറ്റ് നിൽക്കണ്ടേ? എല്ലാവർക്കും അടുത്ത പരിപാടി ഞാൻ ഇല്ല, അല്ല നിൽക്കണ്ടേ? ഓടണം കണ്ടോ പറയുന്നത്, ഓടണം. ഈ പറച്ചില് അവിടെ ബാക്കിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ബ്ലാക്ക് ഡയമണ്ട് വരും. ഇതിനുള്ള പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾ ഇന്നൊരു ശബ്ദം എടുക്കൂ, ഇതാണ് നിങ്ങളുടെ അവസാന വണ്ടി, ഇനി വേറൊരു വണ്ടി വരാനില്ല. പല ആളുകളും വിചാരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഇതിലും വലിയ അത്ഭുതം വരും. എന്തുണ്ട വരാനാണ്? ഒന്നും വരില്ല. ഇവിടെ ആഴ്ചയിൽ അടുത്ത ആഴ്ച 4 പ്രൊഡക്റ്റ് കിട്ടിയാൽ 2,000 കിട്ടും. ഇടത്തും വലത്തും ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ 3,000 കിട്ടും. ആഴ്ച 5 വന്നു. എന്നിട്ട് പയ്യെ പഠിക്കൂ, അതെങ്ങനെയെന്നുള്ളത് പഠിക്കൂ. എന്നിട്ട് 3ാമത്തെ ലെഗ് എങ്ങനെ ബിൽഡ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കൂ. ഇപ്പൊ എന്റെ എയും ഉണ്ട് ഇവിടെ, എന്റെ ബിയും ഉണ്ട്, എന്റെ സിയും ഉണ്ട് ഈ ഹോളിൽ, എന്റെ 3 ലെഗ് ഉണ്ട് ഇപ്പൊ ഈ ഹോളിൽ. ഇത് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്റെ 5 ലെഗ് ഇരിക്കുന്നുണ്ട്. ഈ ഒക്ടോബർ 5-ാം തീയതി സിഗ്നേച്ചർ ആറ്റി 11 വരുമ്പോഴേക്കും എനിക്ക് 9 ലെഗിനെ ഹോള് കയറ്റണം എന്ന് നെയ്യത്തെടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും തീരുന്നില്ലേ എന്ന് വെച്ചാൽ പൈസ അല്ല, ഇത് പ്രൂവ് ചെയ്യണം, ഇത് സാധ്യമാണെന്ന് പ്രൂവ് ചെയ്യണം.
അതായത് ഇപ്പൊ എല്ലാം കൂടിയത് എനിക്കൊരു ബിരിയാണി അല്ലേ തിന്നാൻ പറ്റുള്ളൂ എവിടെ, അത്രയും തിന്നുമില്ല. മാക്സിമം ഒരു ബിരിയാണി, മാക്സിമം ഇത്രയൊക്കെ ഒരു മനുഷ്യനെ കൊണ്ടുവരും. പൈസയല്ല, ഒരു മനുഷ്യന് സാധ്യമാണ് ഇത് എന്നുള്ളത് വരുന്ന തലമുറക്ക് കാണിച്ചു കൊടുക്കണം. 9 ലക്ഷം ബില്യൺ, ഒരു ലക്കിൽ ആഴ്ചക്ക് 5 ലക്ഷമാണ്, അങ്ങനത്തെ 9 ലക്ഷം. ഇതിന്റെ പാനറിയങ്ങളോട് ചോദിച്ചു, ഇത് നല്ല രസമുള്ള പരിപാടിയാണ്. അപ്പൊ ഇതൊക്കെ തമാശയായിട്ട് എടുക്കരുത്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയതും എന്റെ കയ്യിൽ കിട്ടിയതും രണ്ടും ഒരേ ഓപ്പർച്യൂണിറ്റി. ഒരേ ഒരു മാറ്റം, എന്റെ പെർസെപ്ഷനും നിങ്ങളുടെ പെർസെപ്ഷനും ഡിഫറെന്റ്. എന്റെ കാഴ്ചപ്പാട് ഡിഫറെന്റ്, നിങ്ങളുടെ കാഴ്ചപ്പാടും ഡിഫറെന്റ്. വേറെ ഒരു മാറ്റമില്ല. ഞാൻ ഫീൽഡിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകും. ഇപ്പോഴും ഒരാൾക്ക് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മോട്ടിവേഷൻ. ആ 500 രൂപയല്ല, ഈ വ്യക്തി പോസിറ്റീവ് ആയാൽ ഇയാൾ ചിലപ്പോ ഈ പ്രൊഡക്റ്റ് വേറൊരാളോട് റെക്കമെൻഡ് ചെയ്യും. അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ആളായിരിക്കും ഈ ബിസിനസ്സിൽ ചിലപ്പോ നാളെ നിങ്ങൾ ഡയമണ്ട് അടിക്കാൻ പറയാൻ പറ്റൂ. ഞാൻ ഈ ബിസിനസ്സിൽ ഒന്നുമല്ലാത്ത കാലത്ത് ഞാൻ തമിഴ്നാട്ടിൽ പോയി. ഞങ്ങൾ എന്ത് ചെയ്യും, 6 മണിക്ക് എണീറ്റ് VOC പാർക്കിൽ പോയിട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഇങ്ങനെ ചിരിച്ച് ഇത് കൊടുക്കും, എന്ത് ബ്രോഷർ കൊടുക്കും. നമ്മുടെ കണ്ണു മുന്നിൽ നിന്ന് ഓരോ മനുഷ്യന്മാർക്ക് ഇങ്ങനെ നോക്കിയതിനു ശേഷം ചുരുട്ടി താഴേക്ക്. നമ്മളെ പ്രതീക്ഷ ഇവരിത് വായിച്ചു വേണം ഞാൻ ബ്രാക്ക് അടിക്കാൻ. ഓൾറെഡി ഞാൻ കറക്റ്റിരിക്കുകയാണ്, ഇതിന്ന് രക്ഷപ്പെടുത്തരുത്. പക്ഷെ നമ്മുടെ മുന്നിൽ ഇതൊക്കെ ചുരുട്ടി ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം ആലോചിച്ചു. പക്ഷെ നിർത്തൂല പരിപാടി. അതായത് വിജയിക്കുന്നത് വരെ പോരാടണം. ഹലോ, വിജയിക്കുന്നത് വരെ ചെയ്യണം. ഇവിടെ പല ആളുകളും റൂബിയൊക്കെ കഴിയുമ്പോഴേക്കും ടയേർഡ് ആവുകയാണ്. സാറേ എന്റെ വിഷമൊക്കെ നമ്മൾ 12ാമത്തെ വർഷമാണ് നിൽക്കുന്നത്. 11 കൊല്ലം മുന്നേ കാണുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ചാർജ് ആയിരിക്കും. ഈ വർഷം അതിന്റെ 10 ഇരട്ടി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു സാധനം പൈസ ഉണ്ടായിട്ടില്ല. പൈസ ഇല്ലല്ലോ, പുതിയ ലെഗ് ബിൽഡിംഗ് പൈസ. അവിടെ ഞാൻ പോയി പ്ലാൻ കൊടുക്കണ്ടേ? കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ തിരിച്ചു വരുന്ന സമയത്ത് കന്നടക്കാരോട് കൊത്തിയിട്ടാ വരുന്നത്. അതിന് കൊത്തിയ മൊറടിക്കുക, എന്ത് തേങ്ങ അറിയില്ല. ഡയമണ്ട് അടിക്കണേക്കുമല്ലോ. കർണാടക മാത്രം പെൻഡിങ്. കാരണം ആന്ധ്ര ഉണ്ട്, തമിഴ്നാടുണ്ട്, തെലുങ്കാന ഉണ്ട്, കേരളമുണ്ട്. സൗത്തിൽ ഒരൊറ്റ സ്ഥലം കൂടി കവർ ചെയ്യാനുള്ളൂ. അത് ഈ വർഷം കവർ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത് എന്ന് ഞാൻ എന്നോട് ചോദിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ് ഭയങ്കര രസമാണ്. ഹലോ, അപ്പൊ ഞങ്ങൾ ഈ തമിഴ്നാട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരാള് ശ്രദ്ധിക്കട്ടെ, അർജുന്റെ ടീമിലാണ് അയാളുള്ളത്. ഞാൻ ആളെ മറന്നിട്ടില്ല ഇപ്പോഴും. ഗോപാലകൃഷ്ണൻ, ഒരു ചങ്ങാതി ഈ സാധനം ചുരുട്ടി വലിച്ചെറിഞ്ഞു, താഴെ എറിഞ്ഞു. ഈ ഗോപാലകൃഷ്ണൻ ബാക്കിലൂടെ പോകുന്ന സമയത്ത് ഈ സാധനം എടുത്തു. ഞങ്ങൾ കണ്ടുകൊണ്ട് കാണുന്നത്, കാരണം ഞങ്ങൾ ഇങ്ങനെ ക്യൂ നിന്ന് ആളുകൾക്ക് ഇങ്ങനെ നടക്കുന്നവർക്ക് കൊടുക്കുക. ഗോപാലകൃഷ്ണൻ ഇത് വായിച്ച് ഇങ്ങനെ നടക്കുക. ഇങ്ങനെ നടന്നു പോയതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കോള്, ഞങ്ങളുടെ ടീമിൽ ഒരാൾക്ക് കോള് വന്നിട്ട് പറഞ്ഞു, ഈ കോഫിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നു പറഞ്ഞു. അങ്ങനെ അയാൾ ആദ്യം പറയുന്ന ഡയലോഗ് ഇങ്ങനെയാണ്, ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉടായിപ്പാണെന്ന് അറിയാം, അതായത് ഇതൊന്നും രക്ഷപ്പെടില്ല, ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ, എന്നാലും ഇത് കൊള്ളാമെങ്കിൽ ഒന്നെനിക്ക് തരൂ. ഇയാള് നമ്മുടെ രജനികാന്തിന്റെ ഫാൻസ് അസോസിയേഷന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ്, ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്. ഞങ്ങൾക്ക് അന്നൊരു കോഫി പോകുക എന്ന് പറഞ്ഞാൽ ഉത്സവമാണ്. ഈ വെള്ളിയാഴ്ചയും പെരുന്നാളും ഒരുമിച്ച് വരുമല്ലോ, അതേപോലെയാണ്. നമ്മൾ 500 രൂപ ഇട്ട് തന്നെ ഓടുക അങ്ങോട്ട്. അവിടെ ചെന്ന് ഇയാൾക്ക് കൊടുത്ത് ഇയാളെ കുളിപ്പിച്ച് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പണിയൊന്നുമില്ലല്ലോ. ഈ ഗോപാലകൃഷ്ണൻ ഇത് കുടിച്ചു, ഇയാൾക്ക് ഇത് ഭയങ്കര റിസൾട്ട്, ഒറ്റ കോഫി. ഇയാള് 2ാമത്തെ ഓർഡർ കൈയടിക്കാൻ പറ്റേ, കൈയടി എന്നല്ല, ഇയാള് 4 പ്രൊഡക്റ്റിന് ഓർഡർ തന്നു. അതായത് പൾസിന് തന്നു. ഇയാളെ വൈഫിന് അസുഖമായിട്ട് ഞങ്ങൾ അത് സംസാരിച്ചു. ഗോപാലകൃഷ്ണൻ 4 പ്രൊഡക്റ്റ് മേടിച്ചു. ഒരു നിലത്തുനിന്ന് കിട്ടിയതാണ്. അയാൾക്ക് റിസൾട്ട് ആയി. ഇയാൾ അന്ന് PC എടുക്കാം, നമുക്ക് 44 പ്രൊഡക്റ്റ് ഒരുമിച്ച് മേടിക്കാൻ പറ്റും, ഇപ്പോഴും പറ്റും. അയാൾ 3ാമത്തെ ഓർഡർ 44 പ്രൊഡക്റ്റ് ഓർഡർ എടുത്തു. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ തീർന്നു വന്ന് ഇയാൾ ഈ ബിസിനസ്സിൽ കയറി വന്നു. ഇയാൾ റൂബി എക്സിക്യൂട്ടീവ് പഠിച്ചു. 16 പ്രസിഡൻഷ്യൽ ബാങ്ക് ഇയാളുടെ ടീമിൽ എടുത്തു ടോട്ടൽ. അതിന്റെ റിവൈൻഡ് എന്ന് പറഞ്ഞ സിനിമ സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ നിലത്തുനിന്ന് എടുത്ത ഒരു പേപ്പറിൽ വന്ന് 17 PC-യും പിന്നെ വേറെ 100 PV, അതായത് 17,150 PV വന്നു ഒരു നിലത്തുനിന്ന്. അത് കരുതി നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ നിലത്ത് കൊണ്ടുപോയിട്ടാൽ നാളെ ആരും. ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഈ ബിസിനസ് നമ്മൾ ഒന്നും പ്രവചിക്കരുത്, എവിടെ വേണമെങ്കിലും പോകും. ഞാൻ തുടങ്ങിയത് എത്ര സിമ്പിൾ ആയിട്ട് തുടങ്ങി, എത്ര ഇടയ്ക്കരെന്ന് തുടങ്ങി. അടുത്ത മാസം എനിക്കൊരു പ്രോഗ്രാം ഉണ്ട് ചണ്ഡീഗഡിൽ, പഞ്ചാബിലൊരാൾ. ഞാനിപ്പോ പഞ്ചാബ് പോലത്തെ സസ്യകാൽ ആകെ അറിയുള്ളൂ, പക്ഷെ അത് ഞാൻ ഡയമണ്ട് എടുപ്പിക്കും. കാരണം ഈ ബിസിനസ്സിൽ സ്കില്ലിന്റെ മേലൊരു സാധനമുണ്ട്, വില്ലെന്ന് പറയും. വില്ലുണ്ടാവും, സ്കില്ലുണ്ടായാൽ മാത്രം പോരാ, തന്റെ ഉണ്ടാവണം, ഉള്ളിലൊരു സാധനം വേണം. ചെയ്യുന്നു അതാ ചെയ്യും.
ഇനി ആലോചിച്ച് നോക്കി, നിങ്ങൾ സിഗ്നേച്ചർ ആയിട്ട് 11 കുറെ പഞ്ചാബികൾ വരുന്ന ആലോചിച്ച് നോക്കി. ഇവരാ തലക്കെട്ടൊക്കെ കെട്ട് വലിയ മീശയൊക്കെ വന്നിട്ട് നമ്മൾ ഞാൻ എന്റെ നാട്ടിലെ ആനിമലിൽ മറ്റൊരു രണ്ടീര് വന്ന പോലെ ഒരു വരവുണ്ട്. അത് കഴിഞ്ഞ അടുത്ത മാസത്തേക്ക് എനിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഇവര് അഹമ്മദാബാദിൽ പോവാണ്. അഹമ്മദാബാദിൽ ഉണ്ണി മുഖത്തിന്റെ മാർക്കോ എന്ന് പറയുന്ന പടത്തിന് ആള് കയറിയിട്ടുണ്ടെങ്കിൽ ടീം സുജിത് ഖാന്റെ ഹോളിൽ 150 ആളെ കയറ്റാൻ ഇങ്ങനെ കൊണ്ടുപോകണം. നിങ്ങളും എന്ത് ചെയ്യൂ, ഇന്ന് തീരുമാനം എടുക്കും. ഒരു തീരുമാനം എടുക്കും. ഇന്ന് ഈ വർഷം ഞാൻ 25 സ്വപ്നങ്ങൾ നേടിയെടുക്കും. അതൊരു പെണ്ണാണെങ്കിൽ പോലും, ഒരു പാർക്കറിന്റെ പെണ്ണാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം, ഏത് മനുഷ്യന് വേണമെങ്കിലും, ഇവിടെ ഇരിക്കുന്ന ഏതൊരാൾക്ക് വേണമെങ്കിലും റൂബി എക്സിക്യൂട്ടീവ് പഠിക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് നന്നായി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മിനിമം ഞാൻ പറയുന്നത് 10 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. അതിന്റെ മുകളിലുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ 2,50,000 ഇവിടെ ആകെ വേണ്ടത്, മൈ ഡിയർ ഫ്രണ്ട്സ്, 84 പേര് റൈറ്റിലും ഒരു 300 PV ജോയിനിങ് എടുക്കാൻ പറ്റുന്ന നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ 2,50,000 ആവണം. നിങ്ങൾ എന്തിനാ ഇത്ര പേടിക്കേണ്ട ആവശ്യം? വെറും 84 പേരടങ്ങുന്ന ഒരു നെറ്റ്വർക്ക് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലേ? വേണ്ട 2 വർഷം കൊണ്ട് എത്താൻ പറ്റില്ലേ? വേണ്ട 3 വർഷം കൊണ്ട് പറ്റുമോ? എന്നാലും വരുന്ന 3 വർഷം കൊണ്ട് ഇവിടെ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയ പൈസയല്ലേ? തീരുമാനങ്ങൾ എടുക്കുക. ഈ തീരുമാനങ്ങൾ എടുത്തിട്ട് ഇതേപോലത്തെ സാധനങ്ങളെല്ലാം കയ്യിൽ പിടിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുക. കാരണം യുദ്ധത്തിന് ഇറങ്ങുന്ന സമയത്ത് കയ്യിൽ AK-47 വേണം. പക്ഷെ അതിന്റെ ഉള്ളിൽ 47 ഉണ്ടായിട്ട് കാര്യമില്ല, അതിന്റെ ഉള്ളിൽ ഉണ്ട വേണം. അല്ലെങ്കിൽ ആദ്യത്തെ വെടി ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. ഇവിടെ ഇൻഡസ്ട്രിയുടെ പ്രോജക്റ്റും പറഞ്ഞ് ഇങ്ങനെ നെഞ്ചു പിരിച്ച് നടന്നിട്ട് ഇതെല്ലാം ടേബിളിൽ വെച്ച് സംസാരിക്കണം. ടേബിളിൽ വെച്ച് സംസാരിക്കുന്ന ഒരാൾ നിങ്ങളോട് നോ പറയില്ല. എങ്ങനെ പറയും? ഒരാളും പറയില്ല. അപ്പൊ അതിന് ഓരോ മെറ്റീരിയലും നമ്മൾ ഇതെല്ലാം നമ്മളെ ഒരു എന്താ പറയാ, നിങ്ങൾക്ക് വെടിവെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. കംപ്ലൈന്റ്സ് ബുക്ക് ഇത് പഠിക്കണം. ഇത് വാങ്ങിയതിനു ശേഷം ഇതിൽ എന്തൊക്കെയാണ് കംപ്ലൈന്റ്സ്, ഇൻഡസ്ട്രിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? 3 കാര്യങ്ങൾക്കാണ്. അറിയില്ലല്ലോ, ഞാൻ പറയാനും പോകുന്നില്ല. കാരണം പറയണമെങ്കിൽ ഇത് വാങ്ങുക, വായിക്കുക. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് 3 കാര്യങ്ങളിൽ ടെർമിനേഷൻ ഉണ്ട്. ഇപ്പൊ അതൊന്നും പഠിപ്പിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയെങ്കിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കണം. എന്താണ് കംപ്ലൈന്റ്സ് ബുക്ക്, എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം ഡയറക്ട് സെല്ലിംഗ് ബുക്കുകൾ, ഇതൊക്കെ കമ്പനി അയച്ചു തരുന്ന ഈ ടൂൾസ് എല്ലാം നമ്മുടെ കയ്യിൽ വേണം. ഒരു ഫീൽഡിൽ പോയി ഒരാൾ അപ്രോച്ച് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇവര് നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസിലായിരിക്കും വിശ്വസിക്കുന്നത്. പോയിന്റ് മനസ്സിലായോ ഞാൻ പറയുന്നത്? ക്ലിയർ ആയോ? പുതിയ ഡയറി വരുന്നുണ്ട് 2024, അത് മേടിക്കുക. എല്ലാ വെബ്സൈറ്റും ഒന്ന് കണ്ടു നോക്കുക. വിവയുടെ നമ്മുടെ എല്ലാ പ്രോഡക്ട്സിന്റെ വെബ്സൈറ്റുകളും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഡെയിലി ഇൻഡസ്ട്രി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എവറി ഡേ വരും, ഓരോ കാര്യങ്ങളും വരും. അതിനുശേഷം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ സ്ഥിരമായിട്ട് പങ്കെടുക്കും. വെരി ഇമ്പോർട്ടന്റ്. ഇത് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാണ്. അതായത് VOP എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, വിവ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ ഇത് നടക്കുന്നുണ്ടാവും. നടക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അപ്പയും റൂബിയോട് പറയണം, ചേട്ടാ ഒരു VOP നമുക്കും തുടങ്ങണം. അത് തുടങ്ങാതെ ഈ ബിസിനസ്സിൽ ഒരാളും രക്ഷപ്പെട്ട ചരിത്രം ഇല്ല. കാരണം ഇത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇപ്പൊ യൂസഫായി എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കോടീശ്വരൻ ആവുന്നത് വെച്ചാൽ അയാൾക്ക് 220 ലുലുമാളുണ്ട് ലോകത്ത്. 220 സെന്റർ കഴിഞ്ഞിട്ട് ഇപ്പൊ കോട്ടയത്ത് തുടങ്ങി, മലപ്പുറത്ത് 2 തുടങ്ങി. പിന്നെ ഇയാൾ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ആസ് എ ഓൺട്രപ്രണർ നിങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം. അതാണ് VOP എന്ന് പറയുന്നത്. ഒരു 50 പേര് പങ്കെടുക്കുന്ന ഒരു VOPയിൽ 50 പേര് പങ്കെടുക്കുന്ന 50 VOP ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2,50,000 വരും. അപ്പൊ ആലോചിച്ചൊക്കെ, ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ടീമിൽ ഇതേപോലെ ഒരു പ്രോഗ്രാം ഇപ്പൊ തിരുപ്പൂര് നടക്കുന്നു. ഇപ്പോ നമ്മുടെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതേ പ്രോഗ്രാം ഇപ്പൊ ഹൈദരാബാദ് നടക്കുന്നുണ്ട്. ഇന്ന് സൺഡേ ആണല്ലോ. സിഗ്നേച്ചർ ഗ്രൂപ്പ് നിങ്ങൾ നോക്കിക്കോളൂ, 100 കണക്കിന് പ്രോഗ്രാമുകൾ നടക്കുകയാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഇവരെ ഇത് പഠിപ്പിച്ചു കൊടുത്തു. മീൻ പിടിച്ചു കൊടുക്കല്ല ചെയ്തത്, മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർ ഇൻഡിപെൻഡന്റ് ആണ്. പല ആളുകളും ചിന്തിക്കുന്നത് ഈ ബിസിനസ് ടഫ് ആണോ വെച്ചാൽ ഇല്ല. ബിസിനസ് ഇസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ഇപ്പൊ ചില ആളുകളോട് പറയാണ് നിങ്ങൾ VOP ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 3 കൊല്ലമായിട്ട് സിംഗിൾ VOP ബിൽഡ് ചെയ്യാത്ത ലീഡർ ഉണ്ടാവും ഇവിടെ. അയാൾ പക്ഷെ പറയും സാർ ബിസിനസ് ഭയങ്കര ടഫാണ്.
എന്നാൽ 3 കൊല്ലം കൊണ്ട് 30 VOP ബിൽഡ് ചെയ്ത ലീഡേഴ്സും ഉണ്ടാവും. അയാൾക്ക് ഈ ബിസിനസ് ഭയങ്കര ഈസിയാണ്. മനസ്സിലായോ? ബിസിനസ് ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. അപ്പൊ ഇങ്ങനത്തെ ഒരു VOP സെന്ററിൽ നിങ്ങൾ ആദ്യം പങ്കെടുത്ത് അതിന് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അവിടേക്ക് നിങ്ങൾ ആളുകളെ കൊണ്ടുവരിക. ഇത് നിങ്ങളെ വരുമാനത്തിനെ കൂട്ടും, നിങ്ങളുടെ നെറ്റ്വർക്ക് വലുതാക്കും. നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഈ കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും കൂടി ഒരു VOP ഇവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. ഡേറ്റ് എന്താ വരുന്നത്? 21st കൊച്ചി 21st 21ാം തീയതി ഇതേ ഹോളിൽ ടൈമൊക്കെ അവർ അറിയിക്കും. ഇവിടെ ഒരു VOP നടക്കുന്നുണ്ട്. ഒരു 10-500 പേരടങ്ങുന്ന ഒരു VOP ആയിരിക്കും. നിങ്ങൾക്ക് ആളുകളെ ലോറി വെച്ച് അടിച്ചു കൊണ്ടുവരാം, ബസ്സിന് ആളുകളെ കൊണ്ടുവരാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 10 പേരെ 20 പേരെ 30 പേരെ മനുഷ്യന്മാരെ നല്ല കൊള്ളാവുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവരിക. ഇവിടെ നല്ല പ്രസന്റേഷൻ. ഇവിടെ ആരാ പറഞ്ഞില്ലേ കേരളത്തിലെ ഏറ്റവും നല്ല പ്രസന്റേഷൻ ആരാണ്? മണിയുടെ പറയുന്നത് മണിയേട്ടനാണ്. മണിയേട്ടന്റെ മേലെ ഒരാളെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ മാർക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മണികണ്ഠൻ സാറ് പ്ലാൻ എടുക്കും. ഓം പ്രകാശും അർജുനും മണി ടീം മെമ്പേഴ്സും എല്ലാവരും കൂടി ഒരു കലാശപ്പോട്ട് ഉണ്ടാവും 21ാം തീയതി. ഇപ്പൊ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യൂ. നിങ്ങളൊരു 10 പേരെ ലിസ്റ്റ് എഴുതിക്കോളൂ. ഒരാളെ വിളിക്കുക, മോനെ വന്ന് ഒരു പ്രോഗ്രാം കാണും, നഷ്ടങ്ങളൊന്നുമില്ല, 45 മിനിറ്റേ ഉള്ളൂ, 4 മണിക്കൂറൊന്നുമില്ല, 45 മിനിറ്റിന്റെ ഒരു പ്ലാൻ ഉണ്ട്. കേട്ട് നോക്ക്. നിന്റെ ലൈഫിൽ വലിയ മാറ്റം വരുമെങ്കിൽ ക്ഷയിക്കാൻ തന്നോ, ഇല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ആയിട്ടിരിക്കാം. ശിവാജിയിൽ നമ്മുടെ തലവർ പറഞ്ഞ ഡയലോഗ്, പിടിച്ചാ കെട്ടിക്കല, ഇല്ല എന്നെ ഫ്രണ്ട് ആക്കുക. ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാന്നാ പറയുന്നത്. ഇതേപോലെ പരിപാടി പറ്റിയാൽ കൂടെ കയറിക്കോ, ഇല്ലെങ്കിൽ നിങ്ങൾ കോമഡിക്ക് പോയിക്കോ, നഷ്ടമൊന്നുമില്ലല്ലോ. ഒരു ദിവസത്തിലെ 45 മിനിറ്റ് അത്ഭുതങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ ആളുകളെ ഇതിൽ കൊണ്ടുവന്നിരുത്തി നിങ്ങൾ എന്ത് ചെയ്യണം? VOP നിങ്ങൾ ബിൽഡ് ചെയ്യണം. VOP ബിൽഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നെറ്റ്. ഞാൻ തുടങ്ങുമ്പോഴും എന്റെ ബിസിനസ് ഒരു A ആണ്, ഒരു B ആണ്. മനസ്സിലായോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ചണ്ഡീഗഡും അഹമ്മദാബാദും തമിഴ്നാടും, ഈ രണ്ടിൽ നിന്ന് ഇത് എവിടെ പോകും എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവർ ഗംഗ നദി എന്ന് പറയുന്നത് തുടങ്ങുന്നത് ചെറിയ ഒരു സ്ഥലത്ത് നിന്നാണ്. ശ്രദ്ധിക്കണേ, ഞാൻ തീർക്കുകയാണ്. അതായത് ഗംഗാ നദി തുടങ്ങുന്നത് എവിടുന്ന? ഹിമാലയത്തിന്റെ ഒരു ചെറിയ കോർണറിൽ നിന്ന് ചെറിയൊരു വെള്ളം പൊടിഞ്ഞിങ്ങനെ വരും. ഈ വെള്ളം വന്ന് ചെറുതായിട്ട് ഇതിങ്ങനെ എന്ത് ചെയ്യും? കൂടും. പല ചാലുകളിലും കയറും, പല പുഴകളിലേക്കും പോകും. ഇതിങ്ങനെ പോയി നിങ്ങൾ പാടനെ പോയി നിങ്ങൾ ഗംഗാ നദി നോക്കിയാൽ 9 കിലോമീറ്റർ വിഡ്ത്തിൽ ഒഴുകി പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. പക്ഷെ തുടങ്ങുന്നത് എവിടുക്ക? ഇത്ര പോകുന്നൊരു പോയിന്റ്. ശരിയല്ലേ? ഇതേപോലെ തുടങ്ങുന്നത് ഒരു Aയും Bയും. പക്ഷെ ഈ Aയുടെ കോണ്ടാക്ട്സ് ചിലപ്പോൾ കോഴിക്കോടായിരിക്കും, Bയുടെ കോണ്ടാക്ട്സ് കണ്ണൂരായിരിക്കും, കണ്ണൂരുകാരന്റെ കോണ്ടാക്ട്സ് കാസർഗോഡായിരിക്കും, കാസർഗോഡുകാരന്റെ കോണ്ടാക്ട്സ് മംഗലാപുരത്തായിരിക്കും, മംഗലാപുരത്തിന്റെ കോണ്ടാക്ട്സ് പോകുന്നത് മുംബൈക്കായിരിക്കും, മുംബൈക്കാരൻ കറങ്ങി തിരിഞ്ഞ് അഹമ്മദാബാദ് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വീണ്ടും ഇരുത്തും. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ എന്ത് വേണം? ഈ 2 പേർക്ക് പ്ലാൻ എടുക്കാൻ നമ്മൾ ഇറങ്ങണം. ക്ലിയർ? ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. ഇതിന്റെ ഏറ്റവും നല്ല സമയം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ എഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സ്ലൈഡ് എടുക്കുന്നില്ല, സ്ലൈഡ് പോയാൽ സമയം എടുക്കും. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം 2025. ഒന്ന്, നല്ല ചിന്തകളുമായിട്ട് വേണം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. ഹലോ, ബേസിക്കലി നമ്മളൊരു ചിന്ത എങ്ങനെയാണെന്ന് അറിയോ? നടക്കില്ല, എന്ത് കണ്ടാലും പേടി. ചില ആളുകളുണ്ടല്ലോ ബേസിക്കലി പേടിയാണ്. ഭയം നമ്മളെ ശരീരത്തിൽ ഭയം കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നിനും പറ്റില്ല. ക്യാൻസർ വരുമെന്ന് ചിന്തിച്ചു നോക്കിയാൽ ഗ്യാരണ്ടി വരും. അങ്ങനെയാണത്. അത് അഫർമേഷൻ അങ്ങനെയാണ്. നമ്മള് ഉൾമനസ് എന്താണോ പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ രാവിലെ എണീറ്റ് എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രയറിൽ ഞാൻ ആദ്യം പറയുന്നത്, ആദ്യത്തെ ക്രൗൺ ബ്ലാക്ക് ഡയമണ്ട് അടിച്ചതിന് നന്ദി ദൈവമേ. അടിച്ചതിന്, അടിക്കുന്നതിനല്ല, അടിച്ചതിന്. 9ാമത്തെ ലക്ഷ്യത്തിന്റെ സീരിയൽ കൊണ്ടുവന്നതിന് നന്ദി ദൈവത്തിന് നന്ദി പറയണേ. 9 തുടങ്ങിയിട്ടുള്ളൂ, അപ്പൊ നമ്മളവിടെ ഫിനിഷ് ചെയ്തു. ഇത് പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് കയറണം. നിങ്ങൾ അതേപോലെ ഒന്ന് ഡയമണ്ട് പറഞ്ഞു നോക്കി, നിങ്ങൾ ഡയമണ്ട് അടിക്കും. ഡയമണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഫീൽഡിൽ വരണം. ഡയമണ്ട് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കും. ഡയമണ്ട് ഈ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയതിന് നന്ദി.
എന്നിട്ട് രാവിലെ ഇറങ്ങി ഒരു മനുഷ്യനെ പോയി സംസാരിച്ചു നോക്കി, അവൻ നിങ്ങളിൽ ആവേശം കാണും. കാരണം നിങ്ങളുടെ ഉൾമനസ് പോസിറ്റീവാണ്. ചില മനുഷ്യന്മാരുടെ ഉൾമനസ് നെഗറ്റീവാണ്. ഇവര് എത്ര അപ്രോച്ച് ചെയ്താലും ആളുകളെ കിട്ടില്ല. ആളുകൾ മുഴുവൻ ഇവരോട് നോ പറയും. കാരണം ഇവരെ ഉൾമനസ് നോ ആണ്. നിങ്ങൾ ഉൾമനസ് പോസിറ്റീവ് പറഞ്ഞു നോക്കി, നിങ്ങൾ അടിക്കും. ഞാൻ ഈ കൂട്ടത്തിൽ കുറെ പേര് എനിക്ക് അറിയുന്ന ആളാണ്. ഈ അനിൽ എന്ന് പറയുന്ന മനുഷ്യരുണ്ടല്ലോ, ഇയാൾ ആരോട് കയറിയിട്ട് ഈ ബിസിനസ് പറയും, ആരോട് കയറിയിട്ട് പറയും. റോട്ടിൽ പോകുന്നവരൊക്കെ കൈ പിടിച്ച് പറയും. നമ്മളൊരു നാണല്ലാത്ത മനുഷ്യനാണ് പുറമക്കാര് വെക്കും. ഇയാള് വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ആ കമ്പനിയുടെ വൈദ്യരത്നത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കിയിരുന്ന ആളാണ്. അവിടുന്ന് വന്നു, റോട്ടിൽ പോകുന്നവരൊക്കെ പ്ലാൻ കൊടുക്കും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ കണ്ടപ്പോ വിചാരിച്ചു, ഇയാൾ എന്ത് മനുഷ്യനാണ് ഇങ്ങനെ. പുള്ളിക്കാരൻ വേറെ ആരും മൈൻഡ് ചെയ്യില്ല. അച്ഛനും മോനും കയറി കഴിഞ്ഞ ആഴ്ചപ്പോ കയറിയിട്ട് റൂബി അടിച്ചു. അച്ഛൻ വേണം അടിച്ചു, അച്ഛനും മോനും റൂബി അടിച്ചു. ഇപ്പൊ പോയത് കാസർഗോഡ് വിലോപി വീട്, കാസർഗോഡ് റോട്ടുകാരൻ പോലെ അപ്പോഴും പ്ലാൻ കൊടുക്കും. കാരണം എന്താ, ഉൾമനസ് പോസിറ്റീവാണ്. ഒരു മാന്യമായ കൈയ്യടി കൊടുക്കും. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. ഞാനൊരു ഒരാളെ പറയും, അതായത് നമുക്ക് തോന്നി ഇവർക്ക് എന്തൊരു നാണോ ഒന്നുമില്ലേ, ഒരു മടിയൊന്നുമില്ല ആരോടും ബിസിനസ് പറയാം. ഞങ്ങൾ തമിഴ്നാട്ടിൽ പറയുന്നതാണ്, രക്ഷപ്പെടണേ ഒറ്റ വഴിയുള്ളൂ, മാനം, വെക്കം, സൂട്, സ്വർണം, ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. അത് നാണോ മാനൊന്നും ഉണ്ടാവരുത്. ഇതിങ്ങനെ പറഞ്ഞ അവരെന്തെങ്കിലും വിചാരിക്കുമോ? ഞാൻ എന്റെ പരിപാടി ഈ വിവാഹം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടോ? എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിലയും വിലയുള്ളൂ. ആരും നോക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയർമാൻ, ഇന്നിപ്പോ കല്യാണമായിരുന്നു, ചെയർമാന്റെ അളിയന്റെ കല്യാണമായിരുന്നു. ഞാൻ അവിടുന്ന് വരുന്നു ഉച്ചയ്ക്ക്. 2000 പേരുണ്ട് അവിടെ. 2000 പേരുണ്ട്. കല്യാണം തുടങ്ങിയിട്ട് ഒരു മാസമായി. അംബാനിയുടെ കല്യാണം പോലെ 3 റിസപ്ഷൻ, ഇത് 4 ഇന്നലെ മൈലാഞ്ചി കല്യാണമായിരുന്നു, ഇന്ന് കല്യാണമാണ്. 11-ാം തീയതി റിസപ്ഷൻ ആണ്. ഓൾറെഡി ഒരു റിസപ്ഷൻ കഴിഞ്ഞു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് മുഴുവൻ അവിടെ സൺറൈസ് ഹോസ്പിറ്റലിന്റെ ചെയർമാൻ ഉണ്ട്. നമ്മുടെ ചെയർമാന്റെ പെങ്ങടെ മകനാണ് ഇവിടുത്തെ സൺറൈസ് ഹോസ്പിറ്റലിൽ. പിന്നെ ഏവിയേഷൻ, ടൈറ്റാൻ ഏവിയേഷന്റെ മുതലാളിമാർ വന്നിട്ടുണ്ട്. ദുബായിലെ ഏറ്റവും വലിയ ഫ്ലൈറ്റ് കമ്പനിയുടെ ഓണർ ഒരു അമ്മാവന്റെ മോനാണ്. സിയാദ് കോക്കർ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡ്യൂസർ, അത് ഒരു അമ്മാവനാണ്. ഇതാണ് നമ്മുടെ അൻസാർ സാറിന്റെ ഫാമിലി. 2000 പേരുണ്ടായിരുന്നു ഉച്ചയ്ക്ക് റിസപ്ഷനിൽ. ഇവരൊക്കെ നിൽക്കുമ്പോ നമ്മൾ ചെന്ന് ഇറങ്ങുന്ന ലെക്സസ് എന്ന് പറയുന്ന കാറിൽ ഓട്ടോമാറ്റിക് ഡോറ് തുറക്കാൻ ആളെ കൊണ്ടുവരും. അവിടെ നിങ്ങൾ എങ്ങനെ ആളെ കണ്ടുന്നോ എന്ത് പറഞ്ഞു എന്നില്ലല്ലോ, നിങ്ങൾ ചെല്ലുന്നത് എങ്ങനെയാണ്, അതിനാണ് അതിന്റെ ഇമ്പോർട്ടന്റ് കൂടുന്നത്. മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ ഇത് 2 പേരോട് പറയാൻ പഠിച്ചു നിന്നതിന് ശേഷം പിന്നെ ബസ്സിന് കല്യാണത്തിന് എന്ന് കഴിഞ്ഞാൽ അവിടെ ആരും ഉണ്ടാവില്ല. അന്നേരം ഈ മനുഷ്യനോട് ഇത് പറയുന്നതിന് എന്താ പ്രശ്നം? പറയുന്നതിന് എന്താ പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞ 2 വണ്ടി ഒരു വെൽഫെയർ ഒക്കെ എടുത്ത് വരണം. ഇപ്പൊ അത് സെലിബ്രിറ്റീസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആരുമുണ്ട്? ഫഹദിനുണ്ട്, കുഞ്ചാക്കോബനുണ്ട്, ലാലേട്ടനുണ്ട്, സുരേഷ് ഗോപിക്കുണ്ട്, പിന്നെ അജിഫാലിന്റെ കുട്ടിക്കാക്കുണ്ട്, സമ്പന്നരായ കുറെ മുതലാളിമാർക്കുണ്ട്. ഈ വർഷം കഴിയുമ്പോൾ നിങ്ങൾ പറയണം സുജിത് ഖാൻ ഉണ്ടെന്ന് പറയണം. അജിഫാലിന്റെ കുട്ടിക്കാരുടെ കൂടെ നമ്മളെ വെക്കാൻ പാടില്ല. എന്നാലും വെച്ചേരും, മുടക്കൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ കളിക്കണം. അതായത് ഒരു ലൈഫ് ഇവിടെ തുടങ്ങി, ജനിച്ചു, ഇവിടെ എന്തായാലും ഒരു മരണം ഉണ്ടല്ലോ, ഇല്ലേ? ഏത് 9-ലേക്കാരും പോകും, അതിന് ഡൗട്ടൊന്നുമില്ലല്ലോ. ഇതിന്റെ ഇടയിലുള്ള ഒരു സാധനത്തിൽ പേടിച്ച് ബഹളം ഉണ്ടാക്കി കുന്നായ്മ പറഞ്ഞ് ടെൻഷൻ അടിച്ച് എന്തിനാ ജീവിക്കുന്നത്? ഇവിടുന്ന് ഇത്രയല്ലേ ഉള്ളൂ, തീർത്തടിക്ക്. കരിയറിന്റെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആവട്ടെ ഈ വർഷം 2020. ഏറ്റവും സമ്പാദിക്കുന്ന വർഷം. അതായത് ഒരിക്കൽ ഉണ്ടാക്കി വെക്കുന്ന നെറ്റ്വർക്ക് നിങ്ങളെ 10 കൊല്ലം പോറ്റുന്ന വർഷമാവും. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന നെറ്റ്വർക്ക് അടുത്ത 10 കൊല്ലം കഴിഞ്ഞാൽ 20 കൊല്ലം കഴിഞ്ഞാലും. അതിന്റെ എക്സാമ്പിൾ ആണ് ഞങ്ങൾ നിൽക്കുന്നത്. 12 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ നെറ്റ്വർക്ക് കണ്ടിന്യൂസ് എവറി വീക്ക്. ഞാൻ കഴിഞ്ഞ 22-ാം തീയതി പോലെ കൊച്ചിയിൽ, 22-ാം തീയതി പോലെ ഇന്നലെ രാത്രി ഞാൻ വന്നത്. 2 വെള്ളിയാഴ്ച ഞാൻ ഒരു സിംഗിൾ പ്ലാൻ എടുത്തിട്ടില്ല. പക്ഷെ ഐഡിയ എന്താവും? പവർഫുൾ നെറ്റ്വർക്ക്. ചില ആളുകളൊന്നും പവർഫുൾ ആവില്ല. വരുമ്പോ ഇങ്ങനെ ഈ അലച്ചിലും പിടിച്ചിലും പറയുന്ന ആളുകളൊക്കെ പെട്ടെന്ന് മാറ്റുന്നു. അവരെ കുറ്റമൊന്നും പറയണ്ട. നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള, ചങ്കൂറ്റമുള്ള, ജീവിതത്തിൽ വിജയിക്കാൻ താല്പര്യമുള്ള മനുഷ്യന്മാരെ നമ്മുടെ ചുറ്റിനും നിർത്തും. ഈ പോരായ്മ പറയുന്ന ആളുകളെയും കുന്നായിക പറയുന്ന ആളുകളെയൊക്കെ പിരിച്ചുവിടും. എന്നാൽ തന്നെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെടും.
കാരണം അസോസിയേഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. നമ്മുടെ കൂട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പലപ്പോഴും പല ആളുകളെയും കണ്ടിട്ടുണ്ട്, നല്ല കഴിവുള്ള ചെറുപ്പക്കാരായിരിക്കും, പക്ഷെ കൂട്ടുകൂടുന്നത് റോങ് പീപ്പിൾ. പതുക്കെ 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 ഇങ്ങനെ പറയും, ചാരിയത് മണക്കും എന്ന് പറയും നാട്ടിലൊക്കെ. അതേപോലെ ഇവനെ പിന്നെ ആ മറ്റേതാ ചാരിയിരിക്കുന്നത് നെഗറ്റീവ്, പിന്നെ ഇത് മണക്കാൻ തുടങ്ങും. നിങ്ങൾ നല്ല സമ്പാദിക്കുന്ന ഒരു 10 പേരെ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കി. 2025 ഡിസംബർ 31 കട്ട് ഓഫ് കഴിയുമ്പോൾ നിങ്ങൾ ഐഡി സീലിംഗ് ആയിരിക്കും. കാരണം നിങ്ങളുടെ കൂട്ടുകാരുടെ പൈസ ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാർക്ക് പൈസ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൂട്ടുകാരൻ എന്തേ പറയുള്ളൂ, എടാ ഇങ്ങനെ ചെയ്താൽ രക്ഷപ്പെടും, നീ 10 സ്റ്റാറിൽ ഉണ്ടാക്കിയ രക്ഷപ്പെടും. മറ്റേ ആൾ എന്താ പറയാ, മറ്റേ ആൾ ഇതല്ല പറയാം. അപ്പൊ അസോസിയേഷൻ, ഞാൻ എപ്പോഴും ആളുകളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, സക്സസ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ വൈസ് സെലക്ഷൻ ആണ്. വൈസ്